ഒട്ടുമിക്ക പൂജകളും അതിന്റെ മന്ത്രങ്ങളും നിനക്ക് നന്നായിട്ട് കാണാപ്പാടമാണല്ലോ. എന്റെ വീടിനടുത്ത് ചെറിയൊരു ക്ഷേത്രമുണ്ട്. അങ്ങനെ ഓരോന്നും കണ്ടു മനസ്സിലാക്കിയതാ. ഇത് നീ എവിടെയെങ്കിലും നോക്കി വരച്ചതാണോ അതോ? ഞാൻ മറ്റൊരു വീട്ടില് ജോലിക്ക് നിന്നപ്പോ എന്നോടൊപ്പം അവിടെ ജോലിക്കുണ്ടായിരുന്ന ചേച്ചി ഒരു കഥ പറഞ്ഞു. ആ കഥയിലെ മാലയായത്. ചേച്ചി പറഞ്ഞ കഥയിലെ മാല എന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആര് പറഞ്ഞു ബുദ്ധിമുട്ടാവുന്നു? ഞാനും അർജുനേട്ടനും ഒന്നിച്ച് നീന്താറുണ്ടല്ലോ. അർജുനേട്ടനോ? അർജുൻ സാറ്. അർജുൻ സാറ്. ഒന്നാമത്തെ കാര്യം, തനിക്ക് വിവരം തീരെയില്ല. അപ്പൊ പിന്നെ ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. രമാദേവി മാഡത്തിന്റെ ഇളയ മകനെന്നും പറഞ്ഞ് നടക്കുന്ന തന്നോട് ഞാൻ എന്തു പറയാനാ? അതിന് രമാ മാഡത്തിന്റെ ഇളയ മകനെ താൻ കണ്ടിട്ടുണ്ടോ? അതിന് തന്റെ രമാമയ്ക്ക് ഒരു മകനല്ലേ ഉള്ളൂ, അർജുൻ സാറ്. അല്ല, ഒരാളുകൂടിയുണ്ട്. ആളൊരു മുറ്റ. താൻ വെറുതെ പറയുന്നതാ എന്നെ കളിയാക്കാനായിട്ട്. അല്ലെന്നേ, ഇവിടെ മൊത്തം 2 ആൺമക്കളാ. ഒന്ന് അർജുൻ സാറ്, മറ്റേത് അഖിൽ സാറ്. പുള്ളി വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ. പക്ഷെ വന്ന അതൊരു 1.5 വരവായിരിക്കും. പിന്നെ തന്റെ ഈ സംസാരം കൊണ്ടൊന്നും അയാളുടെ അടുത്ത് പോരുത്, വിറപ്പിച്ചു കളയും. 2 ദിവസമോ 3 ദിവസമോ കഴിയുമ്പോ മതി. അതിനു മാത്രം ഒന്നും ഇല്ലല്ലോ ഇവിടെ. നീ ഒരു കാര്യം ചെയ്, ഇവിടുത്തെ ഇളയവന്റെ മുറി ഒന്ന് വൃത്തിയാക്ക്. ഇളയ മകനെന്ന് പറയുമ്പോ അർജുൻ സാറിന്റെ അനിയനാണോ? അതെ. എന്തേ, ആ മുറി തുടയ്ക്കാൻ നിനക്ക് പേടിയാണോ? ഇവിടെ മൊത്തം 2 ആൺമക്കളാ. ഒന്ന് അർജുൻ സാറ്, മറ്റേത് അഖിൽ സാറ്. രമാമയ്ക്ക് ഒരു അഖിൽ സാറിനെ പേടിയാ, പോലീസിലാ. ആ ഇളയ മകനെ കുറിച്ചല്ലേ ഡ്രൈവർ പയ്യൻ എന്നോട് പറഞ്ഞത്? അയാളുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, വെറുതെ ഇവര് വല്ലതും വിചാരിക്കും. ഞാൻ ഇന്നാള് നോക്കിയപ്പോ ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നോ. അതൊന്നും വേണ്ട, താനിവിടെ ഇറങ്ങിക്കേ. ഇറങ്ങാനോ? എങ്ങോട്ടിറങ്ങാൻ? താനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇതൊക്കെ പറയാൻ താനാരാ? താൻ ആദ്യം പുറത്തിറങ്ങും. ദേ, പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രമാ മാഡത്തിന്റെ 2ാമത്തെ മകന്റെ കാര്യം. താൻ അറിയാത്ത, ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ മുറിയിൽ ആരും കയറുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ എപ്പോഴെങ്ങനെ ഇവിടേക്ക് കയറി വന്നാ തന്റെ കാര്യം പോക്കാം, പിടിച്ച് തിന്നളേ. അതെന്താ, അയാൾ മനുഷ്യരാണോ തിന്നുന്നേ? ആഹാരമല്ലേ? തന്റെ ഇമ്മാതിരി വർത്താനം കേട്ടാ എപ്പോ തന്നെ അടിച്ച് പുറത്താക്കിന്ന് പറഞ്ഞാ മതി. പുള്ളിക്കാരൻ പോലീസാണെങ്കിലും തനി ഗുണ്ടയുടെ സ്വഭാവ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ താൻ ഞെട്ടും. എന്താ? ഞെട്ടാൻ റെഡി ആയിക്കോ. അയാള് മറ്റേ നരേന്ദ്രന്റെ കൂട്ടുകാരൻ കൂടിയാ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാ വെറും കൂട്ടുകാരനല്ല, ആത്മമിത്രം. അന്നേ വീട്ടിൽ വന്നില്ലേ നരേന്ദ്രൻ? അയാൾ ആളൊരു ചെറ്റയും ആഭാസനും അതിലെല്ലാം ഉപരി ഒരു വാടക കൊലയാളി കൂടിയാ. അയാളുടെ സുഹൃത്തെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ ബാക്കിയൊന്നും പറയണ്ടല്ലോ. രമാദേവിയുടെ ഇളയ മകനെ പറ്റിയൊന്നും തിരക്കി നോക്ക്. കാക്കിയിട്ട തനി ഗുണ്ട, സ്ത്രീകളുടെ പേടി സ്വപ്നം. അഹങ്കാരം കാണിക്കുന്നവർ അയാൾ എന്താ ചെയ്യുമെന്നറിയോ? അതറിഞ്ഞ കുട്ടി വീണ്ടും ഞെട്ടും. അതെ, രമാമയ്ക്ക് വരെ അയാൾ പേടിയാ. അതാ ഈ വീട്ടിൽ നിർത്താത്തത്. താനീ പറയുന്നതൊക്കെ നേരാണോ? പുള്ളി അത്രയ്ക്ക് വലിയ കക്ഷിയാണോ? ഞാൻ എന്നെ കുട്ടിയുടെ കള്ളൊക്കെ പറയുന്നത്. പക്ഷേ അയാളുടെ വിരട്ടലും കളിയൊക്കെ എന്റെ മുന്നിൽ മാത്രം നടക്കില്ല.
ഏത് രമാദേവിയുടെ മകനാണെങ്കിലും ഈ മഹിക്ക് വെറും പുല്ല. ഒരു ദിവസം എന്തോ കാര്യത്തിന് ഞാനും പുള്ളിയും കൂടി ഒന്ന് കോർത്തു. രമാമ എന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ ഞാൻ വെറുതെ വിട്ടത്. അതിനുശേഷം എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കുന്നേ. ഈ മഹി ചില്ലറക്കാരനല്ലെന്ന് അന്ന് അവന് മനസ്സിലായി കാണും. തള്ളി തള്ളി താനിത് എങ്ങോട്ടാ? രമാദേവി കാല് പിടിച്ചു പോലും. ഇതൊക്കെ താൻ പോയി ആ റോബോട്ടിന്റെ അടുത്ത് പറ. മനുഷ്യരാരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുവോ? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. അയാളെങ്ങാനും ഈ മുറിയിൽ തന്നെ കണ്ട തന്റെ കാര്യം പോക്കാം. നരേന്ദ്രൻ, രമാദേവിയുടെ ഇളയ മകൻ അഖിൽ സാർ. ഡീപ്പ് ബന്ധം. ഞാനൊരു കാര്യം പറഞ്ഞ താൻ വീണ്ടും ഞെട്ടും. അയാളെ ഇപ്പൊ കേറി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വേഗം വിട്ടോ.